4 പയ്യന്മാർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മദ്യലഹരിയിൽ ആ 4 പേരും കൂടെ ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് അത് കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള 19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഡെലിവറി ഗേളായിട്ട് ജോലി ചെയ്യുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, മീഡിയ ഗെറ്റ് മലയാളത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ആണിത്. 4 പയ്യന്മാർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മദ്യലഹരിയിൽ ആ 4 പേരും കൂടെ ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് അത് കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള 19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഡെലിവറി ഗേളായിട്ട് ജോലി ചെയ്യുന്നു. ആ ഒരു പെൺകുട്ടി ആ വീട്ടിൽ വന്നത് മാത്രമേ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഞെട്ടിപ്പിക്കുന്ന CCTV ആണിത് സുഹൃത്തുക്കളെ. നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്ത് കാണുക, ലൈക്ക് ചെയ്ത് കാണുക. സുഹൃത്തുക്കളെ, നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊന്നും സുരക്ഷിതമായിട്ട് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണോ? നിങ്ങൾ CCTVയിലൂടെ ഒന്ന് കാണുക. കുട്ടി സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുകയാണ്. ഡെലിവറി ഗേളായിട്ടാണ് ജോലി ചെയ്യുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും കോളേജ് അവധി ദിവസം ആ കുട്ടി ജോലി ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി രാത്രി 8 മണി സമയത്ത് 4 യുവാക്കൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് 4 പേരും മദ്യലഹരിയിലാണ്. ആ കുട്ടി സുരക്ഷിതയല്ല. അപ്പോൾ തന്നെ ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ കുട്ടിക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെ പൈസ കിട്ടാൻ നിരന്തരമായിട്ട് അവരോട് ആജ്ഞാപിച്ചു, അപേക്ഷിച്ചു. ഈ സമയത്ത് ഈ ചെറ്റകൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണോ? ആ കുട്ടിയെ പിടിച്ച് വലിച്ച് അകത്തോട്ട് കൊണ്ടുപോയിട്ട് 4 പേരും കൂടെ ആ കുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നാറികൾ, ചെറ്റകൾ. എല്ലാ ആൺകുട്ടികളെയും ഇത്തരത്തിൽ നിങ്ങൾ കാണാൻ പാടില്ല. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൺകുട്ടികളും സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്.